നമുക്കൊരു പ്രഥമാധ്യാപകന്റെ സന്ദേശം എല്ലാ വർഷവും നമുക്ക് ലഭിക്കാറുണ്ട്. ഈ വർഷവും നമ്മോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂട്ടിക്കട ന്യൂ ഹോളി ഏഞ്ചൽസിലെ പ്രധാന അധ്യാപകനായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്തായ നിർദ്ദേശകനായ ശ്രീ മുഹമ്മദ് സൂഫി സാറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, അധികമൊന്നും സംസാരിക്കുന്നില്ല. ഇത് വളരെ പെട്ടെന്ന് ഈ പ്രസംഗങ്ങളെല്ലാം ഒഴിവാക്കി അവസാനിപ്പിച്ച് ഇത് തരികയും സമ്മാനങ്ങൾ തന്നതിന് ശേഷം നിങ്ങളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനും ഒക്കെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. എന്റെ മുമ്പിലിരിക്കുന്ന ഒത്തിരി പേരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു കഴിവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ കാണുന്ന കഴിവ് ഇവിടെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ട്, സജീവ് സാറല്ല, പവൻസ് എന്ന സ്ഥാപനത്തിലെ ഓരോ അണുവുമാണ് നിങ്ങളാണിതിന്റെ ഓരോ ആണിക്കല്ലും. നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ ഈ ഡയസിൽ ഒത്തിരി പേർ വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്, നമ്മൾ കേൾക്കുന്നു. അതിലൊരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ സ്വീകരിച്ചാൽ അത് വളരെയധികം ചാരിതാർത്ഥ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞത്, ഓരോ കുട്ടിക്കും വിവിധ തരത്തിലുള്ള കഴിവുകളുണ്ട്. അങ്ങനെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ഏതെങ്കിലും ഒരു കഴിവില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? എന്താ അതിന് കൈ ഉയർത്തത്തില്ലേ? അപ്പൊ വിവിധ തരം കഴിവുകളുള്ള വെർസറ്റൈൽ പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ പഠിച്ച് ഇവിടെ അധ്യാപകരായി അതിനുശേഷം മറ്റ് മേഖലകളിൽ ഉയർന്ന തസ്തികകളിൽ ജോലി മേടിക്കുന്ന ഇവിടുത്തെ അധ്യാപകർ ഉദാഹരണമാണ്. ഇപ്പൊ റജുലാലിനെ കുറിച്ച് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. മറ്റുള്ളവരെ കുറിച്ചും ഓരോ രക്ഷകർത്താവിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സ്ഥാപനം ഒരു ഭാഗ്യസ്ഥാപനമാണ്, ഒരു വിസ്മയമാണ്. ഇവിടെ ഒരുപാട് നാളുകളായി, അതായത് 14 വർഷം, അതിനു മുമ്പും ഉണ്ടായിരുന്നു. ഈ 14 വർഷമായിട്ട് എത്രയോ പേർ, എത്രയോ കുട്ടികൾ ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഉന്നതിയിലേക്ക് എത്താൻ അശ്രാന്തമായി പരിശ്രമിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും അവരുടെ നെടുന്തൂണായിട്ട് സജീവ് സാറുമുണ്ട്. സജീവ് സാറിന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുകയുണ്ടായി. ഈ സ്ഥാപനത്തിലെ ഏതൊരു കുട്ടിയെക്കുറിച്ച് ചോദിച്ചാലും സാറ് പറയും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയുടെ കാര്യം സാറിനോട് ചോദിച്ചാലും സാർ അത് പറയും. വല്ലാത്തൊരു ആത്മവിശ്വാസമുള്ള മനുഷ്യനാണ്. ഈ ആത്മവിശ്വാസം ആത്മാർത്ഥതയിലൂടെ ഉണ്ടാകുന്നതാണ്. നല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിലേ ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസവും ആത്മാർത്ഥതയും വളരെയധികം കെട്ടുപിടഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ ഒന്ന് മനസ്സിലാക്കണം, നല്ലപോലെ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വരാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ വരാനുണ്ട്. അനുഭവങ്ങൾ ഉള്ളിടത്ത് ദുരനുഭവങ്ങളുണ്ട്, നീതിയുള്ളിടത്ത് അനീതിയുണ്ട്, വിശ്വാസമുള്ളിടത്ത് അവിശ്വാസമുണ്ട്, മന്ത്രങ്ങളുള്ളിടത്ത് ദുർമന്ത്രങ്ങളുണ്ട്. നിങ്ങളെ ഫേസ് ചെയ്യുന്ന, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ നല്ലതും അല്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്,
നിങ്ങൾ ഒത്തിരി കാര്യങ്ങളെ നേരിടാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാരെ ഇപ്പം നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്, മാതാപിതാക്കളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അമ്മയെ കൊന്നു. പോലീസ് പിടിച്ചപ്പോ ചോദിച്ചതിന് മറുപടി എന്താണെന്നറിയുമോ? എന്നെ ജനിപ്പിച്ചതിനാണെന്ന്, എനിക്ക് ജന്മം തന്നതിനാണ് ഞാൻ എന്റെ അമ്മയെ കൊന്നതെന്ന്. എന്താ ഇത്? എങ്ങോട്ടാ നമ്മുടെ പോക്ക്? എന്തെല്ലാം നിങ്ങൾ കേൾക്കുന്നു? സഹോദരിയുടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. ആർക്കും നിയമത്തെ പേടിയില്ല. ചിന്തിക്കാറുണ്ടോ നിങ്ങള്? നിയമത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? പേടിയൊന്നുമില്ല, ഭയമൊന്നുമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ നിയമസംഹിതകളെയാണ്. പാഠ്യപദ്ധതിയിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളാണ്. അതൊന്നും ഇല്ല. കുറെ കാലമായിട്ട് ആർക്കും ഒന്നിനെയും ഒരു ബഹുമാനമില്ല, നിയമത്തെ പേടിയില്ല. വന്നോട്ടെ, അപ്പോൾ ഫേസ് ചെയ്യാം. അതൊന്നും അല്ല. ഞാൻ ആദ്യം പറഞ്ഞ കഴിവുള്ള ഒത്തിരി പേരാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ കഴിവ് കൊണ്ട് നിങ്ങൾ എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങളുടെ രക്ഷാകർത്താക്കൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങൾ അവരെ എത്രത്തോളം ബോധ്യപ്പെടുത്തുന്നുണ്ട്? ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ. അവിടുത്തെ ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി. നേരത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. എനിക്ക് പോലും കണ്ടുപഠിക്കേണ്ടുന്ന ഒരു കുട്ടി എന്റെ മുൻപിലുണ്ട്. അവരുടെ പേര് ഞാൻ പറയാതിരിക്കുന്നത് വലിയ വിഷമമാണ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, 10-35 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ അധ്യാപനം ചെയ്യുകയാണ്. അതിലെനിക്ക് കണ്ടുപഠിക്കേണ്ടുന്ന ഒരു പ്രിയപ്പെട്ട കുട്ടിയുണ്ട്, ശ്രേയാസുജി. അവള് വാളത്തങ്ങൾ ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇത്രയും കഴിവുള്ളൊരു കുട്ടി, ഏത് കാര്യം എടുത്തോട്ടെ, പഠിത്തത്തിൽ 1ാം സ്ഥാനമാണ്, പഠനത്തിൽ 1ആണ്, ഫസ്റ്റാണ്, വിട്ടുകൊടുക്കില്ല. വെല്ലുവിളിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ 1ാം സ്ഥാനം നേടിയിരിക്കും. മറ്റൊന്ന്, കലാപരമായിട്ട് സ്കിറ്റ്, ഡാൻസ്, ഏത് കാര്യത്തിലും. ഇനി അതങ്ങനെ അങ്ങോട്ട് മാറട്ടെ. പക്ഷേ വീട്ടിലെ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടിയാണ് ഈ 10 വയസ്സുകാരി ചെയ്യുന്നത്. വെറും വാക്കല്ലത്. ഇവിടെ ഇരിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ കൊച്ചു കൂട്ടുകാരും അവരുടെ മാതാപിതാക്കളും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കുക. ന്യൂ ഹോളി ഏഞ്ചൽസിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രേയാസുജി എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയെക്കുറിച്ച് മാത്രം എടുത്തു പറയുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതൊരു ഉദാഹരണമാണ്. ആ കുട്ടിയെ കണ്ടുപഠിക്കൂ, ഈ കുട്ടിയെ കണ്ടുപഠിക്കൂ എന്നുള്ള താരതമ്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു അധ്യാപകനായ എനിക്ക് പോലും മാതൃകയാകുന്ന കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട്? പരിചരണം. വീട്ടിൽ എങ്ങനെ പരിചരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെയും ഉണ്ടാകും. ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ നിന്നാൽ ഒത്തിരി സംസാരിച്ചു പോകും. പക്ഷേ എനിക്ക് ഈ കൂട്ടുകാരോട് പറയാനുള്ളത്, ഏറ്റവും നന്നായി പഠിക്കുക, ഒരു വലിയ ലക്ഷ്യത്തിലെത്തുക. ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നില്ല. ഏറ്റവും നല്ല മാതൃകകൾ, ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. നിങ്ങളത് കണ്ടു പഠിക്കുക, താരതമ്യപ്പെടുത്തുകയല്ല, കണ്ടു പഠിക്കുക. ജീവിതത്തിൽ നല്ലവരായിട്ട് മുന്നേറുക. നോക്കൂ, ഒരു കള്ളത്തരം പറഞ്ഞിട്ട്, ജീവിതത്തിൽ ഒരു കള്ളത്തരം ചെയ്തിട്ട്, ഒരു തെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മരണം വരെ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക? ഓർമ്മ വെച്ച നാളുകൾ, ഓർമ്മയ്ക്ക് മുമ്പാണെങ്കിൽ പറയാം, പിച്ച വയ്ക്കുന്ന നാളുകളാണെങ്കിൽ വിട്ടേക്കുക. ഓർമ്മ വെച്ച നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട്
അത് മാതാപിതാക്കളായാലും ശരി, കുഞ്ഞുങ്ങളായാലും ശരി, അധ്യാപകരായാലും ശരി. എങ്ങനെയാണ് മനസ്വസ്ഥതയോടുകൂടി ജീവിക്കുക? ഉറങ്ങാൻ കഴിയുമോ നിങ്ങൾക്ക്? വിദ്യാഭ്യാസം തരുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ്. ആ അറിവിനെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്ന രീതിയിൽ നല്ല പൗരനായിട്ട് വളരണം. എനിക്ക് ഇന്നൊരാഗ്രഹമുണ്ട്, ഡയസിന്റെ അധ്യക്ഷന്റെ എല്ലാം അനുമതിയോടുകൂടി തന്നെ ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഒരാൾക്ക് ഞാൻ അവസരം തരികയാണ്. ഈ സ്റ്റേജിൽ വന്നിട്ട് ഞാനോ ഈ ഇരിക്കുന്ന അധ്യാപകരോ പറയുന്നതിനേക്കാൾ, ഈ ബഹുമാന്യരോ പറയുന്നതിനേക്കാളൊക്കെ നിങ്ങളുടെ കുട്ടികളിൽ ഒരാൾ വന്നിട്ട് അവർക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത്, എന്താണ് അവർ ഇവിടുന്ന് നേടുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് നിങ്ങളിൽ ഒരാൾ ഈ സമാന്തര സ്ഥാപനത്തിലെ, ഈ ഭാഗ്യസ്ഥാപനത്തിലെ ഒരു കുട്ടിക്ക് ഇവിടേക്ക് വരാം. പ്ലീസ് സർ, ആരെങ്കിലും? യു ക്യാൻ. ആ പ്രിയപ്പെട്ട കുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കുക. നമ്മളെ ഞാനിവിടെ നിന്ന് ഒരുപാട് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വിശ്വാസം വരിക ഈ മോള് പറയുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Good evening, respected teachers and beloved parents and my dear friends. എന്റെ പേര് നിഷാന. ഞാൻ +1 പഠിക്കുന്നത്. ഇപ്പോഴും ഞാൻ 9th ഇവിടെ വന്നത്. +1 ഇവിടെ തന്നെയാണ്, 10th ഇവിടെ തന്നെയായിരുന്നു. ഒരുപാട് നല്ല അറിവുകളും അതേപോലെ തന്നെ എക്സ്പീരിയൻസസ് ഒക്കെ നൽകിയ ഒരു സെന്ററാണ് ഇത്. ഏറ്റവും കൂടുതൽ 10th എനിക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇത് ഇവിടെ തന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഓൺ നോളജ്. അവിടെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ 10th ക്ലാസ്സിലെ ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും പേടിയാണ്. SSLC എന്ന് പറയുന്ന ഒരു പബ്ലിക് എക്സാം. എനിക്കും അത് ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ നേരത്തെ തന്നെ പോർഷൻസ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്ത് ജനുവരിയിൽ ഏകദേശം 56 യൂണിറ്റ് ടെസ്റ്റും 2 മോഡൽ എക്സാംസും നടത്തിയിരുന്നു. അത് തന്നെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ തന്നെ എക്സാം ഫിയർ, ഇതെല്ലാം എനിക്ക് മാറ്റി തന്നിരുന്നു. അത് തന്നെയായിരിക്കും എന്റെ റിസൾട്ടിന്റെ ഒരു റീസൺ. എക്സാംസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് എഴുതാം, അല്ലെങ്കിൽ ടൈം മാനേജ് എങ്ങനെ എഴുതാം, നോട്ട്സ് ആയാലും ശരി, ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് ആയാലും എല്ലാം ഇൻസ്പയറിംഗ് ആണ്. എസ്പെഷ്യലി സതീഷ് സാറിന്റെ മലയാളം നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ തന്നെയും അത് 2-3 പേപ്പർ എഴുതാൻ പറ്റുന്ന വലിയ കണ്ടന്റ്സ് തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും പാടെന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ഗ്രാമർ ആയിരുന്നു. പക്ഷെ സജീവ് സാറിന്റെ ഗ്രാമർ ട്രിക്സ് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറെ കോമഡി എന്ന രൂപത്തിലും ഗ്രാമർ നമ്മളെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഗ്രാമറിന് മാർക്ക് കുറഞ്ഞ എനിക്ക് ഗ്രാമറിന് മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും ഭയങ്കര നന്നായിട്ട് പഠിഞ്ഞ എപ്പോഴും പറയാറുണ്ട്, സ്കൂളിനെക്കാട്ടും ബെറ്ററായിട്ട് ഇവിടെ പ്രൊഫഷണൽ ടീച്ചേഴ്സ് പോലെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. ഞാൻ ഈവൻ ടു മൈ ടീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പറയാറുണ്ട്, എനിക്ക് ടീച്ചേഴ്സ് പറയുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നതാണ്. കാരണം പ്രൊഫഷണൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടിയും പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് തന്നെയായിരിക്കും ഈ സെന്ററിലെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ആൻഡ് ഐ വോണ്ട് ടു താങ്ക് ടു മൈ ടീച്ചർ ഫോർ ദ ഡെഡിക്കേഷൻ ആൻഡ് ബിലീഫ് ഇൻ മീ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ബിക്കം എ സ്റ്റുഡന്റ് ഇൻ ദിസ് ട്യൂഷൻ സെന്റർ. താങ്ക് യു. താങ്ക് യു നിഷാന. ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാനാണ്? കേട്ടില്ലേ നിങ്ങൾ? എക്സലന്റ്. ഈ സ്ഥാപനത്തെക്കുറിച്ച്, ഇവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ മോൾ പറഞ്ഞതാണ്. ഇതുപോലെ ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ കിട്ടും. അവസരങ്ങൾ നിങ്ങളെ തേടി വരും. തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ, അച്ചടക്കത്തോടെ, അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തോടെ, അച്ചടക്കത്തോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തൂ. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, അനാവശ്യമുള്ളത് ഒഴിവാക്കുക. നിങ്ങൾ ആദ്യം നന്നാവുക. മീൻസ് നമ്മൾ ആദ്യം ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും അവരുടെ മുമ്പിൽ മാതൃകയാണെങ്കിൽ അവർ നിങ്ങളെക്കാൾ ഒരുപാട് ഉയരങ്ങളിലെത്തും. ഈ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു പൗരയെ കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടി എന്റെ വാക്കുകൾ ശ്രവിച്ച, ഈ മോളുടെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും, പവൻസിന്റെ എല്ലാ പ്രവർത്തകർക്കും, അധ്യാപകർക്കും, ഈ പ്രിയപ്പെട്ട കുട്ടികൾക്കും, രക്ഷകർത്താക്കൾക്കും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.